കരുനാഗപ്പള്ളി കൊലപാതകത്തിൽ പ്രതികളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട പോലീസ് 5 പ്രതികളുടെ ചിത്രങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത്. അതുൽ, പ്യാരി, ഹരി, രാജപ്പൻ എന്നിവർ കൊട്ടേഷൻ നൽകിയെന്ന് സംശയിക്കുന്ന പങ്കജ് എന്നിവരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി അന്വേഷണം നടക്കുകയാണ്. വെട്ടേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനീറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. മുൻ പരിചയമുള്ള ആലുവ അതുലാണ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് അനീർ മൊഴി നൽകിയിരുന്നു. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അനീറിന്റെ തുടർ മൊഴിയെടുക്കുക. വിനീഷ് ചേരുന്നു. വിനീഷ, അന്വേഷണത്തിന്റെ ഘട്ടം, വിശദാംശങ്ങൾ ഏത് തരത്തിലാണ് പുറത്തുവരുന്നത്? പോലീസ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അപർണ, പഴുതടച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിരവധി വിമർശനങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ വേദിയായിരിക്കുന്നു. കാരണം സംഭവം നടന്നിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും ഈ പ്രതികളെ കുറിച്ചുള്ള യാതൊരു തുമ്പും പോലീസിന് ലഭ്യമാകാത്ത സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. 18 അംഗ സംഘമാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. അപ്പോൾ ഈ വെട്ടേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനീറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓച്ചർ പോലീസ് അനീറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് വിശദമായിട്ടുള്ള മൊഴിയാണ് രേഖപ്പെടുത്താനിരിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് ഇപ്പോൾ 5 പ്രതികളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ അതുൽ, പ്യാരി, ഹരി, രാജപ്പൻ, കൊട്ടേഷൻ നൽകിയ പങ്കജ് എന്നിവരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. പഴുതടച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്ത് വലയത്തിലുള്ള എല്ലാവരെയും വിളിച്ച് മൊഴികൾ എടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 2 പേർ മാത്രമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഒന്ന് ഈ വാഹനത്തിന്റെ ഉടമ, ഈ പ്രതികൾ സഞ്ചരിച്ച ഇന്നോവ, വൈറ്റ് നിറത്തിലുള്ള ഇന്നോവയുടെ ഉടമ, അതുപോലെ തന്നെ ഇവർക്ക് ഈ പ്രതികൾക്ക് ഈ വാഹനം എത്തിച്ചു നൽകിയ ഒരാളുണ്ടായിരുന്നു. അയാളെയും പോലീസ് കസ്റ്റഡിയിലിരിക്കുന്നു. ആ യുവാവും ഈ പ്രതികളുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്നാണ് പറയപ്പെടുന്നത്. അയാളിൽ നിന്ന് ഒരുപാട് കൂടുതലായിട്ടുള്ള മൊഴികൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കൃത്യം നടന്നതിന്റെ തലേ ദിവസം തന്നെ രാത്രിയിൽ ഇവരെല്ലാം ഒത്തുകൂടിയതായിട്ടുള്ള ചില ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ പിടിയിലായ ആളിൽ നിന്നും പോലീസിന് അറിയാൻ കഴിഞ്ഞത് സൗഹൃദത്തിന്റെ പേരിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് അറിയുന്നത്. പക്ഷേ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഈ അക്രമികൾ അവിടെ കൃത്യം നടത്തിയത്. പക്ഷേ ഇപ്പോൾ പിടിയിലായ ആളും ഈ അക്രമികളും തമ്മിൽ സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിൽ തന്നെ ഈ കുറ്റകൃത്യത്തിൽ അയാൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. പറഞ്ഞ എന്തായാലും കൂടുതൽ അന്വേഷണമാണ് ഇതിന്റെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ നടക്കുന്നത്. ജില്ലാ അതിർത്തികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആലപ്പുഴയിലേക്കും വ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന അതിർത്തികൾ ഈ ഒരു കോഡുകൾ രൂപീകരിച്ച് അന്വേഷണം ശക്തമായ സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ പ്രതികൾ വാഹനം ഉപേക്ഷിച്ച സ്ഥലത്ത് ഓച്ചിറയുടെ പല പ്രദേശങ്ങളിലുമായി വീടുകളിലടക്കം പോലീസ് അരിച്ചു പറക്കുന്നുണ്ട്. പക്ഷേ പ്രതികളെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല.